കർത്താവിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജിയോ ഫുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വചനം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു വചനമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ എല്ലാം ചിന്ത, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ഏറെക്കുറെ ചിന്ത പണമുണ്ടെങ്കിൽ എല്ലാമായി എന്നുള്ളതാണ്. എന്നാൽ പണം ഉണ്ടായിട്ടും സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ മനുഷ്യർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാനൊക്കെ ജനിച്ചു വളർന്ന നാട്ടിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ യാക്കോബായ സമുദായത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഒരു ശവമടക്ക് നടക്കുന്ന സമയത്ത് ആ ബോഡിയെ കൊണ്ടുപോരാനായിട്ട് ഒരു വണ്ടി വരും. ആ വണ്ടിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും, ഇന്ന് ഞാൻ, നാളെ നീ. അത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു വചനമാണ്. ഇന്ന് ഞാൻ മരിച്ചു പോവുകയാണ്, പക്ഷെ ഒരുപക്ഷെ നാളെ നീ ആയിരിക്കും എന്ന് ഒരു മുന്നറിയിപ്പ് നൽകുന്നതായിരുന്നു അന്നത്തെ ആ ഒരു വാക്യം. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും എഴുതി കാണുന്നില്ല. അത് കാണുന്ന ഒരാൾക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. കാരണം മനുഷ്യന്റെ ആയുസ് അത് നീർക്കുമിള പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മാറ്റപ്പെടാം. സങ്കീർത്തനം 90-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്യുന്നു. നമ്മുടെ ഈ ശരീരം വലിയ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ കൊണ്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്ന ഈ അഴകുള്ള ശരീരം, അല്ലെങ്കിൽ അല്പം ഭംഗി കുറഞ്ഞതാണെങ്കിലും ഉള്ള ഈ ശരീരം, അത് ഒരു നാൾ അഴുകി മണ്ണിലേക്ക് ചേരും. അതുകൊണ്ട് തിരുവെഴുത്ത് പറയാണ്, നീ മരത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. കാരണം എന്താ മടങ്ങിച്ചേരുമാറാക്കുന്നത്? അതെ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് മനുഷ്യനെ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. ദൈവം ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് മണ്ണ് കൊണ്ടാണ്. ശാസ്ത്രം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിനകത്തുള്ള ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഈ ശരീരത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം മനുഷ്യനെ മണ്ണ് കൊണ്ട് മെനഞ്ഞുണ്ടാക്കി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് തീർന്നു. നാം ഇന്ന് ചിന്തിക്കുന്നു, നാം ഇന്ന് സംസാരിക്കുന്നു, ഇടപെടുന്നു, നടക്കുന്നു. പക്ഷെ ഈ ശരീരം ഇത് മണ്ണ് കൊണ്ടുള്ളതാണ്. ഇത് അഴുകി ചീഞ്ഞ് അത് മണ്ണിലേക്ക് ചേരും. സങ്കീർത്തനം 90-3 തന്നെ പറയുകയാണ്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. ഈ ശരീരം മണ്ണുകൊണ്ട് ദൈവം നിർമ്മിച്ചു. ഇത് വീണ്ടും തിരിച്ച് മണ്ണിലേക്ക് തന്നെ പൊടി തിരികെ ചേരും. എന്നിട്ട് ദൈവം വീണ്ടും ആ മണ്ണിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ വിളിക്കുമെന്ന സങ്കീർത്തനത്തിൽ പറയുകയാണ്. ഉൽപ്പത്തി 3-ന്റെ 19-ാമത്തെ വാക്യത്തിൽ, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. പൊടി കൊണ്ട് പൊടി കുഴച്ചുണ്ടാക്കിയ ഒരു കുശവൻ നമുക്കറിയാമല്ലോ, അവൻ കരടെല്ലാം നീക്കിക്കളഞ്ഞ്, എല്ലാ അഴുക്കും നീക്കിക്കളഞ്ഞ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും നൈസായിട്ടുള്ള മണ്ണ് കൊണ്ടാണ് താൻ പാത്രം ഉണ്ടാക്കുന്നത്. അതുപോലെ വളരെ നൈസായിട്ട് കുഴച്ചുണ്ടാക്കിയ ഈ മണ്ണ് തിരികെ മണ്ണിലേക്ക് അഴുകി അങ്ങ് ചേരും എന്നുള്ളത് നമുക്കറിയാം. മനുഷ്യന്റെ മരണശേഷം ശരീരം മണ്ണിലേക്ക് അഴുകി ചേരുമെങ്കിലും അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. കാരണം അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ദേഹിയുണ്ട്, ഒരു ആത്മാവുണ്ട്. ദേഹി എന്ന് പറയുമ്പോൾ ചിന്തിക്കുവാനുള്ള, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ആ മനസ്സിന്റെ ഇരിപ്പിടം, അവന്റെ ഹൃദയം എന്ന് പറയുമ്പോൾ രക്തം പമ്പ് ചെയ്യുന്ന ആ ഒരു ഹൃദയമല്ല. ദൈവം മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഹൃദയം വെച്ചിട്ടുണ്ട്. അവന് തീരുമാനങ്ങൾ എടുക്കാം, അവന് ചിന്തിക്കാം, പഴയ നാളുകളിലേക്ക് അവന് കടന്നു പോകാം, അവൻ പഠിച്ച സ്കൂളിലേക്ക് കടന്നു പോകാം. മനസ്സുകൊണ്ട് അവൻ എവിടെയെല്ലാം ചുറ്റി സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും. ആ തീരുമാനങ്ങൾ എടുക്കുന്ന ഇരിപ്പിടത്തിനെ, ആ മനസ്സിനെ, ആ ഹൃദയത്തെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണുകൊണ്ടുള്ള ശരീരം അത് അഴുകി മണ്ണിലേക്ക് ചേരും. എന്നാൽ അതിൽ നിന്ന് ദേഹിയും ആത്മാവും വേർപെടും. ആത്മാവെന്ന് പറയുമ്പോൾ ദൈവത്തിന് സംസാരിക്കുവാനുള്ള, ദൈവമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുവാനുള്ള ആ ഒരു അവസ്ഥയ്ക്കാണ് ആത്മാവെന്ന് പറയുന്നവൻ, മനുഷ്യന്റെ ഉള്ളിലെ അകത്തെ മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യമുണ്ട്. 2 കൊരിന്ത്യർ 5-8 പൗലോസ് പറയുന്നു, ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. യേശുക്രിസ്തുവിൽ മരിക്കുന്ന വ്യക്തികളെ കുറിച്ച് പൗലോസ് പറയാണ്, ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഈ ശരീരം മണ്ണിലേക്ക് അഴുകി ചേർന്നാലും അവന്റെ ദേഹിയും ആത്മാവും ആ മനുഷ്യ ശരീരത്തിൽ നിന്ന് വേർപെട്ട് അത് പോകും. എല്ലാ മനുഷ്യർക്കും അറിയാം, എല്ലാ മതവിഭാഗത്തിലുള്ളവരും അതുകൊണ്ടാണല്ലോ മരണാനന്തര ചടങ്ങുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മാവും ദേഹിയും വേർപെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച മനുഷ്യരുടെ ശരീരത്തിന്റെ ആത്മാവും ദേഹിയും
അത് യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് പോകുന്നു. അതുകൊണ്ട് പൗലോസ് പറയാണ്, ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം കർത്താവിനോട് കൂടെ വസിക്കാനായിട്ട് പറ്റും. ഈ ബോഡിയിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ, ദേഹി വേർപെടുമ്പോൾ നമുക്ക് ആ ബോഡി അഴുകിപ്പോയാലും കർത്താവിൽ വസിക്കുവാനായിട്ട് സാധിക്കും. അത് ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. വീണ്ടും അപ്പോസ്തലൻ പറയാണ്, വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. അപ്പൊ ഈ ശരീരത്തെ വിട്ടുപിരിഞ്ഞ് യേശുക്രിസ്തുവിനോട് പോയി ഇരിക്കുവാൻ, യേശുക്രിസ്തുവിനോട് കൂടെ വസിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ വളരെ വാഞ്ചിക്കുന്നു. ഓരോ വിശ്വാസിയുടെയും പ്രത്യാശ എന്ന് പറയുന്നത് അതാണ്. കാരണം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ശരീരത്തിന് രോഗം വന്നാൽ നമുക്കറിയാം, ആ ഭാഗം അഴുകും, പുഴുക്കും, പലതരത്തിലുള്ള വ്രണങ്ങളെല്ലാം സംഭവിക്കുന്ന ഒരു ശരീരമാണ്. ഒത്തിരി ബലഹീനപ്പെട്ട ഒരു ശരീരമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ഇതിനകത്തുള്ള ദേഹിയും ആത്മാവും, അതിന് ദൈവം വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? നമ്മുടെ ഉള്ളിൽ ഉള്ള ആത്മാവ് നിത്യമായ നാശത്തിലേക്ക്, നിത്യമായ മരണത്തിലേക്ക് പോകരുതെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 22-21 വാക്യം വായിക്കുമ്പോൾ, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ വേദന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. ഇവിടെ രണ്ടാളുകൾ മരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്. ആ ദരിദ്രൻ മരിച്ചപ്പോൾ, ആ ദരിദ്രൻ എന്ന് പറയുന്നത് ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അയാൾക്കൊരു പേരുണ്ടായിരുന്നു, ലാസർ. അയാൾ ധനവാനായ ഒരു മനുഷ്യന്റെ ദിനം പ്രതി വസ്ത്രങ്ങൾ മാറി മാറി ഉടുത്ത് വളരെ ധനവാനായിരുന്ന, സുഖലോലുപനായിരുന്ന ഒരു ധനവാന്റെ വീടിന്റെ പടിപ്പുരക്കിൽ കിടന്ന, വ്രണം പിടിച്ച് ചീഞ്ഞു നാറി കിടന്ന ഒരു മനുഷ്യൻ. അവന്റെ വ്രണമെല്ലാം പട്ടി വന്ന് നക്കുമായിരുന്നു. അങ്ങനെ ഏറ്റവും മോശമായ അവസ്ഥയിൽ, രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ പട്ടികളുടെ കൂടെ തൻ്റെ വീടിന്റെ പടിപ്പുരയ്ക്ക് കിടക്കുകയായിരുന്നു. പടിപ്പുരയ്ക്ക് എന്ന് പറഞ്ഞാൽ മുൻവശത്തായിരിക്കില്ല, പുറകുവശത്തായിരിക്കും. ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങളും ആ എച്ചിലും എല്ലാം വാരിയെടുത്ത് പട്ടിക്കിട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഭക്ഷിച്ച് വിശപ്പടക്കുവാൻ തക്കവണ്ണം അവൻ ശ്രമിച്ചു കൊണ്ടുപോകുന്നു. ആ ധനവാൻ അയാൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്തില്ല. അയാൾ ഒരു ആശുപത്രിയിലാക്കുകയോ ഒരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോവുകയോ ചികിത്സിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇവിടെ ധനവാൻ മരിച്ചു, ദരിദ്രൻ മരിച്ചു. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ എബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. പർദീസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ദൂതന്മാർ അവനെ എടുത്തുകൊണ്ടുപോയി. കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കള്ളനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കും. ആ പർദീസയിലേക്ക് ഈ ദരിദ്രനെ കൊണ്ടുപോയി. എന്നാൽ ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. ധനവാൻ മരിച്ചപ്പോൾ, ദരിദ്രൻ മരിച്ചപ്പോൾ നമുക്കറിയാം, ഈ വ്രണം പിടിച്ച മനുഷ്യനെ ആരെങ്കിലും ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു കുഴി, ഒരു തെങ്ങിന്റെ ചോട്ടിലോ ഒരു പ്ലാവിന്റെ ചോട്ടിലോ ഒരു മാവിന്റെ ചോട്ടിലോ ഒരു കുഴി എടുത്തിട്ട് ആ കയ്യിൽ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി അതിനകത്തിട്ട് മണ്ണിട്ട് മൂടിയിരിക്കും. അതിൽ കവിഞ്ഞ് വേറെ ഒന്നും അവന് കിട്ടിക്കാണുകയില്ല. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവനൊരു ആനുകൂല്യങ്ങളോ ഒരു നന്മയോ ഒരു അനുകമ്പയോ ഒരു കരുണയോ അവന് ലഭിച്ചില്ല. അവൻ ധനവാനായ ഒരു മനുഷ്യന്റെ വീടിന്റെ ഭാഗത്തായിരുന്നു കിടന്നിരുന്നത്. എന്നാൽ ഒരു കരുണയും അവന് ലഭിച്ചില്ല. ആ ധനവാൻ ദിനം പ്രതി വസ്ത്രമൊക്കെ മാറി ആഡംബരത്തോടെ സുഖിച്ച് പൊളച്ച് ജീവിച്ചു വന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ആ ദരിദ്രനെ അവൻ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ ദരിദ്രൻ മരിച്ചപ്പോൾ അവന്റെ ആത്മാവിനെ ദൂതന്മാര്, മാലാഖമാര് വന്ന് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പർദീസയിലേക്ക് എടുത്തുകൊണ്ടുപോയി. ഇവിടെ ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. ധനവാന് നല്ലൊരു അടക്കം കിട്ടി. വളരെ ബഹുമതിയോടുകൂടി ആ രാജ്യത്തുള്ള, ആ ദേശത്തുള്ള പ്രഭുക്കന്മാരെല്ലാം വന്നു. വലിയ ധനവാന്മാരായിട്ടുള്ള ആളുകളെല്ലാം വന്നു. അവരെല്ലാം വന്ന് വലിയ ആഡംബരമായ രീതിയിൽ തന്നെ ഒരു മരണാനന്ത ശുശ്രൂഷ അവിടെ നടന്നു. ഒരുപക്ഷെ അവരുടെ ആ സഭയിലെ വലിയ വലിയ നേതാക്കന്മാർ, ആത്മീക നേതൃത്വത്തിലുള്ള ആളുകൾ, ഏറ്റവും ഉയർന്ന നിലയിലിരിക്കുന്ന ആളുകളെല്ലാം, ബിഷപ്പ് മുതൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ പദവിയിലിരിക്കുന്ന സീനിയർ പാസ്റ്റർ മുതൽ വലിയ വലിയ പദവിയിലിരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ടുണ്ടാകും. അങ്ങനെ ധനവാന് മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ അടക്കമൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ധനവാന്റെ ആത്മാവ് നേരെ പോയത് പാതാളത്തിൽ വേദന അനുഭവിക്കുന്ന ഭാഗത്തേക്കാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി മരിക്കുമ്പോൾ അവന്റെ ആത്മാവും ദേഹിയും പർദീസിലേക്ക് പോകുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതെ ഒരു പാപിയായ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവും ദേഹിയും വേദന അനുഭവിക്കുന്ന പാതാളത്തിലേക്ക് പോകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം മരണശേഷം രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ഇവിടെ 90-ാം സങ്കീർത്തനത്തിൽ പറയാണ്, അവൻ മനുഷ്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവിൻ എന്ന് വിളിക്കുന്നു. അതെന്താണ് സംഭവം? 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഈ മരണശേഷം എല്ലാ മനുഷ്യർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്.
കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറിപ്പോയി. ഇനി തന്റെ ജനത്തെ ചേർക്കുവാൻ അവൻ മധ്യാകാശത്ത് വെളിപ്പെടും. അങ്ങനെ മധ്യാകാശത്ത് അവൻ വെളിപ്പെടുമ്പോൾ, ആ കാഹളനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടു കൂടി അവൻ ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, ജീവനോടെ ക്രിസ്തുവിലായിരിക്കുന്നവരും അവനോടൊപ്പം എടുക്കപ്പെടും എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഇനി യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ ഈ ഭൂമിയിൽ വെച്ച് മരിച്ചു പോകുന്ന ആളുകൾ, അവൻ ഏത് ജാതിയിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് പൊന്തക്കോസ്ത് സഭയിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് കത്തോലിക്ക സഭയിൽപ്പെട്ടവനായിക്കോട്ടെ, ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ യേശു ക്രിസ്തുവിനെ കൂടാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: വെള്ളസിംഹാസനത്തിലെ ന്യായവിധിക്കായിട്ട് അവൻ എഴുന്നേൽക്കണം, ആത്മാവും ദേഹിയും ചേർന്ന് അവനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. നമുക്ക് വായിക്കാം. മരിച്ചവർ ആഭാരവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ആ വേദന അനുഭവിക്കുന്ന പാതാളത്തെ അവിടുന്ന് പിന്നെ ഒരു ചാൻസ് ഇല്ല, അവസരമില്ല, അതിനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക, രണ്ടാമത്തെ മരണം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. തിരുവെഴുത്ത് പറയുകയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതൊരുവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവിടെ പുസ്തകങ്ങൾ തുറക്കും, അവനവന്റെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ന്യായവിധി ഉണ്ടാകും. എന്നാൽ ഈ ന്യായവിധിയുടെ വെള്ളസിംഹാസനത്തിലുള്ള ഈ ന്യായവിധിയുടെ സമയത്ത് അവിടെ പുസ്തകം തുറക്കും, ജീവന്റെ പുസ്തകം തുറക്കും. ആ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലെങ്കിൽ അവനെ ആഴമുള്ള തീക്കടലിലേക്ക് തള്ളിയിടും. കെടാത്ത തീയും ചാകാത്ത പുഴുവുമുള്ള തീക്കടലിൽ അവൻ കിടക്കേണ്ടതായിട്ട് വരും. അവിടുന്ന് അവന് കയറി വരുവാൻ ഒരവസരം കൂടിയില്ല. ഈ ഭൂമിയിൽ വെച്ച് മാത്രമേ അവന് അവസരമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരുവന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാനായിട്ട് സാധിക്കുക? കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. ദൈവം നീതിമാനായതുകൊണ്ട് നീതി നടപ്പാക്കിയേ തീരൂ. മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം വരുത്തിയിട്ടേ അവൻ മനുഷ്യന് ഒരു രക്ഷ കൊടുക്കുകയുള്ളൂ. പാപം ചെയ്ത് ദേഹി മരിക്കണം, അതാണ് ദൈവത്തിന്റെ പ്രമാണം. അങ്ങനെ പാപിയായ മനുഷ്യനെ, മരണമെന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് വേർപെടുക എന്നുള്ളതാണ്. വേർപാട് എന്നാണ് മരണം എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ പാപിയായ മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു വന്നത്. ദൈവം നീതിയുള്ളവനായതുകൊണ്ട് എന്റെയും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പാപം തന്റെ ഏകജാതനായ പുത്രന്റെ മേൽ ചുമത്തി. അവൻ പാപം ചെയ്തിട്ടില്ല, വഞ്ചന എന്തെന്ന് അവൻ അറിയില്ല, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ആ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 31 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ചു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരുന്നു. എങ്ങനെയാണ് അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായി തീരുന്നത്? നമ്മളെപ്പോലെ അവൻ വിശന്നു, അവൻ ദാഹമുള്ളവനായിട്ട് തീർന്നു. ഒരു കിണറ്റിന്റെ കരയിൽ ഒരു ശമര്യക്കാരി സ്ത്രീയോട് അവൻ വെള്ളം ചോദിക്കുന്നുണ്ട്. അവനൊരു കാട്ടത്തിപ്പഴ മരത്തിലേക്ക് ചെന്നിട്ട് വിശന്നപ്പോൾ ഒരു കാട്ടത്തിപ്പഴം കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അവൻ വിശപ്പുള്ളവനായിരുന്നു, ദാഹമുള്ളവനായിരുന്നു. അവൻ ഉറങ്ങുമായിരുന്നു. അവൻ കോളിലൊക്കെ നിറഞ്ഞ കടലിലൂടെ തന്റെ ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അവനോട് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. കാറ്റിന്റെയും കടലിന്റെയും നടുവിൽ ഉറങ്ങുന്ന യേശുക്രിസ്തു, സമാധാനത്തിന്റെ ദൈവം, അവൻ പൂർണ്ണ ദൈവമായിരുന്നു, നമ്മളെപ്പോലെ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. എങ്ങനെയാണ് അവൻ പൂർണ്ണ ദൈവമാകുന്നത്? ദൈവത്തിന് മാത്രം ചെയ്യാവുന്ന കാര്യങ്ങൾ അവൻ ഈ ഭൂമിയിൽ വെച്ച് ചെയ്തു. അവൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു. പിറവിയിലെ കുരുടനായിരുന്ന ആളുകളെ അന്നുവരെ ആരും സുഖപ്പെടുത്തിയിട്ടില്ല. പിറവിയിലെ കുരുടനായിരുന്ന കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. കൂനിയായിരുന്ന സ്ത്രീയെ അവൻ എഴുന്നേൽപ്പിച്ചു. പിശാചു ബാധിച്ചവരെ സൗഖ്യമാക്കി. ചെകിടരെ കേൾക്കുമാറാക്കി. ഊമരെ സംസാരിക്കുമാറാക്കി. മുടന്തരെ നടക്കുമാറാക്കി. കാറ്റെ കടലെ അടങ്ങുക എന്ന് പറഞ്ഞ് പ്രകൃതി ശക്തികളെ അവൻ നിയന്ത്രിച്ചു. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ പൂർണ്ണ ദൈവമായിരുന്നു, പൂർണ്ണ മനുഷ്യനായിരുന്നു. ഒടുവിൽ നമ്മുടെ എല്ലാവരുടെയും പാപം പിതാവായ ദൈവം അവന്റെ മേൽ ചുമത്തിയപ്പോൾ അവനെ അന്നത്തെ കോടതികളെല്ലാം വിസ്തരിച്ചിട്ട് കുറ്റം കണ്ടില്ലെങ്കിലും അവന് ശിക്ഷയ്ക്കായിട്ട് വിധിച്ചു. ഇതൊക്കെ ദൈവത്തിന്റെ കയ്യും ദൈവത്തിന്റെ ആലോചനയുമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം യേശുക്രിസ്തുവിനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊന്നു. അവന് വിസ്തരിച്ച കോടതികളൊക്കെ പറഞ്ഞു, ഇവൻ എന്ത് ദോഷമാണ് ചെയ്തത്? ഇവൻ കുറ്റം ചെയ്തിട്ടില്ല, ഞാൻ ഇവനെ വിട്ടയക്കാം. യഹൂദന്മാർ പറഞ്ഞു, അവനെ കൊല്ലണം, അവനെ ക്രൂശിക്കണം, അവനെ കൊല്ലണം. ഞങ്ങൾക്ക് ഒരു രാജാവേ ഉള്ളൂ, അത് കൈസറാണ്. ഇവൻ ഞങ്ങളുടെ രാജാവെന്ന് പറഞ്ഞു അവനെ കൊല്ലണമെന്ന് പറഞ്ഞു. അത് യേശുക്രിസ്തുവിനെ, പാപം ചെയ്യാത്ത ഒരുവനെ, നീതിമാനായ ഒരുവനെ പീലാത്തോസ് കൈ കഴുകി പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ കൊണ്ടുപോയി കൊന്നുകൊള്ളുവിനെന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ കയ്യേറ്റതിന് ശേഷം ഒരു വലിയ മരക്കുറ്റിയിൽ കുനിച്ചു നിർത്തി അവന്റെ കൈകൾ രണ്ടും കൂട്ടി
വിലങ്ങ് വെച്ച് കയറുകൊണ്ട് കെട്ടി. അതിനുശേഷം കുനിച്ചു നിർത്തിയിട്ട് അവന്റെ മുതുകത്ത് അവർ റോമൻ പടയാളികളുടെ മുൾക്കൊള്ളുന്ന ചാട്ടവാറ് കൊണ്ട് തലങ്ങും വിലങ്ങും അവനെ അടിച്ചു. ആ ചമ്മട്ടിയുടെ അറ്റത്ത് അസ്ഥിക്കഷ്ണങ്ങളും മുൾക്കൊളുത്തുകളുമുണ്ട്. അത് അടിച്ചതിന് ശേഷം വലിച്ചെടുക്കുമ്പോൾ ആ മാംസം അടർന്ന് മാറിക്കൊണ്ടിരിക്കും. ഇതെല്ലാം തിരുവെഴുത്തിന്റെ നിവൃത്തിയായിരുന്നു. സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവ് ചാലുകളെ അവർ നീളത്തിൽ കീറി. കലപ്പ ഉപയോഗിച്ച് മണ്ണ് കീറി ഉഴുതുമറിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ശരീരം റോമൻ പടയാളികൾ ചാട്ട കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ചു. ഓരോ അടിക്കും അവന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു വശത്ത് അടിക്കുമ്പോൾ അടുത്ത അടി ഏൽപ്പിക്കുവാനായിട്ട് അവൻ മറുഭാഗം കാണിച്ചു കൊടുത്തു. അവൻ തലങ്ങും വിലങ്ങും അടിയേറ്റു. യെശയ്യാപ്രവാചകൻ ഇങ്ങനെ പറയുന്നു: കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, ആകൃതി കണ്ടാൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുമാറ് അവന്റെ ശരീരം മുഴുവൻ അടിച്ച് വികൃതമാക്കപ്പെട്ടു. അവനെ പട്ടാളക്കാരുടെ മുമ്പിൽ നിർത്തി അവന്റെ വസ്ത്രമെല്ലാം അഴിച്ച് അവനെ പരിഹസിച്ചു. അവന്റെ മുഖത്ത് തുപ്പി, തേജസ്സിന്റെ കർത്താവിന്റെ മുഖത്ത് തുപ്പി അവന്റെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നീ ദൈവമാണെങ്കിൽ പറയുക എന്നെല്ലാം പറഞ്ഞവനെ പരിഹസിച്ചു. യഹൂദന്മാരുടെ രാജാവേ എന്നെല്ലാം പറഞ്ഞവനെ പരിഹസിച്ചു. അവന്റെ കയ്യിലൊരു വടി കൊടുത്തു, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു, കോലിനാൽ അവനെ അടിച്ചു. ഒടുവിൽ അവനെ ക്രൂശിക്കാനായിട്ട് ഗൊൽഗോഥാ മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി. ആ മാംസമെല്ലാം അടർന്നിരിക്കുന്ന ശരീരത്തിലേക്ക് പച്ച പൈൻമരത്തിന്റെ തലങ്ങും വിലങ്ങുമുള്ള ഒരു ക്രോസ്, ഒരു കുരിശ് വെച്ച് കൊടുത്തിട്ട് അത് ചുമക്കുവാൻ അവന് കഴിയുമായിരുന്നില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് ആ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അങ്ങനെ പോകുമ്പോൾ ഇവരുടെ വഴി മുടക്കുന്നതുകൊണ്ട് അടികളേറ്റ് അവൻ വീണ്ടും വീഴും. എന്നാൽ വയലിൽ നിന്ന് കയറി വന്ന ശീമോൻ എന്ന് പറയുന്ന മനുഷ്യനെ ക്രൂശ് ചുമക്കുവാനായിട്ട് നിർബന്ധിച്ചു. കാരണം ക്രൂശ് ചുമക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശാപകരമായ ഒരു മരണമാണ്. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാവുകയാണ്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും വേണ്ടി മരിക്കുകയാണ്. ശീമോൻ ആ ക്രൂശും ചുമന്ന് മലയുടെ മുകളിലെത്തി. ആ ക്രൂശിന്മേൽ അവർ അവനെ കിടത്തി. അവന്റെ രണ്ട് കൈകളും വിരിച്ചു, അവന്റെ കാലുകൾ ചേർത്ത് വെച്ചു, വലിയ ഇരുമ്പിന്റെ ആണി അടിച്ചു കയറ്റി. ആ ക്രൂശ് മറച്ചിട്ട് ആണി മടക്കി അടിച്ചതിന് ശേഷം ഒരു വലിയ കുഴിയിലേക്ക് ആ കുരിശെടുത്തിട്ടു. അവന്റെ അസ്ഥികളുടെ ബന്ധം വിടുന്ന മാതിരി അവൻ അതിൽ കടന്ന് കുലുങ്ങി. രണ്ട് കള്ളന്മാരെ ഇടത്തും വലത്തുമായിട്ട് അവന് ഒപ്പം ക്രൂശിച്ചു. കള്ളന്മാരോടുകൂടെ, അധർമ്മികളോടുകൂടെ അവൻ ആ ക്രൂശ് മരണം അനുഭവിക്കുവാൻ തക്കവണ്ണം അവർ അവനെ അനുവദിച്ചു. അതിനുശേഷം അവന് കുടിക്കുവാനായിട്ട് വീഞ്ഞ് കൊടുത്തു. കയ്പുള്ള വീഞ്ഞ് അവന് കൊടുത്തു. അവന് വേദന ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. എന്നാൽ അവനത് രുചി നോക്കിയാറ് അത് കുടിച്ചില്ല എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. ഒടുവിൽ അവൻ എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. ആ യേശു കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യവർഗത്തിന് വേണ്ടി ക്രൂശിന്മേൽ കയറി മരിച്ചു. എന്നാൽ അവൻ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു: അവർ എന്നെ പിടിക്കും, അവർ എന്നെ തല്ലും, അവർ എന്നെ കൊല്ലും, എന്നാൽ ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇത് അറിഞ്ഞ യഹൂദന്മാരെ പിലാത്തോസിനോട് പറഞ്ഞു: അവന്റെ ശവശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നൊരു കിംവദന്തി പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കല്ലറ ഉറപ്പാക്കി തരണമെന്ന് പറഞ്ഞു. നിങ്ങളാൽ ആവോളം ഉറപ്പാക്കിക്കൊള്ളുക. 4 ബറ്റാലിയൻ പട്ടാളത്തെ കൊടുത്തു. വലിയ കല്ല് കല്ലറവാതിൽക്കൽ ഉരുട്ടിവെച്ചു. ആർക്കും അത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഒരു വലിയ കല്ല്, ഭീമാകാരമായ ഒരു കല്ല് ആ കല്ലറവാതിൽക്കൽ വെച്ചു. റോമൻ ഗവൺമെന്റ് ആ കല്ലറയ്ക്ക് സീല് വെച്ചു. നമുക്കറിയാം, ഒരു പോലീസ് ഒരു വീടിന് സീൽ വെച്ച് കഴിഞ്ഞാൽ അത് തുറക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അത് തെറ്റാണ്, അത് വിരുദ്ധമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് റോമൻ ഗവൺമെന്റ് അന്ന് സീൽ വെച്ചു, കല്ലറയെ കാക്കുവാൻ രാത്രിയും പകലും കാവൽക്കാരാക്കി. എന്നാൽ 3-ാം നാള് യേശുക്രിസ്തു മുൻകൂട്ടി പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും 40 ദിവസം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് ശേഷം അവൻ സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ ദൂതന്മാര് ശിഷ്യന്മാരോട് പറഞ്ഞു: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു താൻ പോയതുപോലെ വീണ്ടും വരും. അതെ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ രണ്ടാമത് ചേർക്കുവാൻ തക്കവണ്ണം അവൻ വീണ്ടും വരും. നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിന്മേൽ കയറി മരിച്ചു. നിന്റെ ശാപങ്ങൾക്ക് വേണ്ടി അവൻ ക്രൂശിന്മേൽ കയറി മരിച്ചു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരം നിന്റെ സകല പാപവും കഴുകി നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കും. ഇത് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. നീ അതിനുവേണ്ടി വില കൊടുക്കണ്ട, നീ അതിനുവേണ്ടി നേർച്ച കഴിക്കണ്ട, നീ അതിനുവേണ്ടി പുണ്യപ്രവൃത്തികൾ ചെയ്യണ്ട, നീ വഴിപാടുകൾ ചെയ്യണ്ട, നീ മെഴുകുതിരി എത്തിക്കണ്ട, നീ മറ്റൊന്നും ചെയ്യണ്ട. നീ നിന്റെ മുട്ടുകളെ മടക്കി: കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് നീ കാൽവരി ക്രൂശിൽ എനിക്ക് പകരമായി ക്രൂശിന്മേൽ കയറി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ്, ഇന്ന് മുതൽ എന്റെ ജീവിതം ഞാൻ നിനക്കായിട്ട് തരുന്നു. എന്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് നീ ഒരു ലളിതമായ പ്രാർത്ഥന നടത്തുമ്പോൾ അവൻ നിന്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരും. അവിടെ റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യേശുവിനെ കർത്താവ് എന്ന വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നിനക്ക് രക്ഷിക്കപ്പെടുവാൻ, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: യേശു കർത്താവെന്ന് നീ വിശ്വസിക്കുക, വായ കൊണ്ട് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയുക.
യേശു കർത്താവെന്ന് നീ വിശ്വസിച്ചിട്ട് മാത്രം കാര്യമില്ല, നീ അത് ഏറ്റുപറയണം. കർത്താവേ, നീയാണ് യഥാർത്ഥ ദൈവം. യേശുവേ, നീയാണ് യഥാർത്ഥ ദൈവം. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നെ രക്ഷിക്കും. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ഏകദേശം 40ഓളം അനുഗ്രഹം ആ നിമിഷം തന്നെ നിന്റെ ഉള്ളിലേക്ക് വന്നു ചേരും. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലേക്ക് വന്ന് സമാധാനത്തിന്റെ ആത്മാവായിട്ട് കടന്നു വന്ന് നിന്നെ അച്ചാരമിടും. നിന്നെ സ്വർഗത്തിന്റെ വകയായി തീർത്തു എന്നുള്ള ഉറപ്പ് നിനക്ക് തരും. നിന്റെ ഹൃദയത്തിൽ അവൻ മുദ്ര പതിപ്പിക്കും. അതാണ് നിനക്ക് ലഭിക്കുന്ന അടയാളം, ആ സമാധാനം. അവൻ അപ്പോൾ തന്നെ നിനക്ക് സമാധാനം തരുന്നു. നിന്റെ പാപങ്ങളെ ക്ഷമിക്കുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നിന്നെ കഴുകി നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്നു. പിതാവായ ദൈവത്തോട് നിനക്ക് നിരപ്പ് നൽകുന്നു. അതെ, നിനക്ക് പുത്രത്വം നൽകുന്നു. നിന്നെ പൗരനായി, സ്വർഗീയ പൗരനായിട്ട് തെരഞ്ഞെടുക്കുന്നു. പുത്രത്വം, പൗരത്വം നിന്നെ രാജകീയ പുരോഹിത വർഗമാക്കി തീർക്കുന്നു. അനവധി അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തെ പിന്തുടരുവാനായിട്ട് പോവുകയാണ്. ഇന്ന് സന്ദേശം കേൾക്കുമ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് കളയാതെ, ഇത് വെറുതെ വായിച്ചിട്ട് നിന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ, പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളെ നിന്നോട് സംസാരിക്കുമ്പോൾ സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശുവേ, എന്റെ ജീവിതം ഞാൻ നിനക്കായിട്ട് തരുന്നു, ഇന്ന് മുതൽ എന്നെ അങ്ങയുടെ മകനാക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന്റെ പിടിയിൽ നിന്ന് ദൈവം നിന്നെ സ്വതന്ത്രമാക്കുകയും നീ ദൈവത്തിന്റെ വകയായിട്ട് തീരുകയും ചെയ്യും. വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വചനം കേട്ട മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ, പരിശുദ്ധാത്മാവരോട് വാദിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ദൈവകൃപ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മകളാൽ നിറയ്ക്കണമേ കർത്താവേ. അങ്ങയുടെ വചനം അത് മുഴങ്ങിച്ചെല്ലണമേ കർത്താവേ. ഓരോ ഹൃദയങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊരു മനുഷ്യൻ പാപത്തിന്റെ ചതിക്കുഴിയിൽപ്പെട്ട്, വഞ്ചനയിൽപ്പെട്ട്, അകപ്പെട്ട് പിശാചിന്റെ പിടിയിലിരിക്കുന്നു, അവനെ സ്വതന്ത്രമാക്കുവാൻ തക്കണേ വചനം ചെന്ന് ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വചനം വെറുകയായിട്ട് മടങ്ങി വരികയില്ലല്ലോ കർത്താവേ. അത് അതിന്റെ പ്രവൃത്തി ചെയ്യും. അതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ടെ. എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.